എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മോംസ് കറി പോട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പൈസിയും പ്രോട്ടീൻ പാക്കുമായിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ്. സോയ ചങ്ക്സ് പെപ്പർ റോസ്റ്റ്. ഇത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു വിഭവമാണ്. രുചികരമായ വെജിറ്റേറിയൻ ഓപ്ഷൻ വേണ്ടവർക്ക് ഈ റെസിപ്പി തീർച്ചയായും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് തയ്യാറാക്കാം. ഒരു പാനിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ചു തുടങ്ങിയാൽ സോയ കഷ്ണങ്ങൾ ചേർത്ത് അത് സോഫ്റ്റ് ആവുന്നതുവരെ വേവിക്കണം. സോയ വെന്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ആ വെള്ളം കളഞ്ഞ് സോയ ചങ്ക്സുകൾ തണുത്ത വെള്ളത്തിൽ 2-3 തവണ നന്നായി കഴുകി വയ്ക്കുക. അതിനുശേഷം സോയയിലുള്ള എല്ലാ വെള്ളവും പിഴിഞ്ഞ് സോയ സൈഡിൽ മാറ്റി വയ്ക്കുക. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിൽ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ചോപ്പ് ചെയ്ത സവാള എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. പാകത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് എല്ലാ ചേരുവകളും യോജിപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ വേവിക്കണം. തക്കാളി അരിഞ്ഞതും ചേർത്ത് തക്കാളി സോഫ്റ്റായി അതിൽ നിന്നും എണ്ണ വേർപ്പെടുന്നവരെ ഒന്നുകൂടെ വേവിക്കുക. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഈ ഡിഷിൽ മുളക് പൊടിയേക്കാൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാരണം ഈ ഡിഷിൻ്റെ ഓത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നതിന് കുരുമുളക് പൊടിയാണ് ആവശ്യം. എല്ലാ ചേരുവകളും നന്നായി ഇളക്കി 2 മിനിറ്റ് കൂടി വേവിക്കുക. ഇനി വേവിച്ചു വച്ചിരിക്കുന്ന സോയ പാനിൽ ചേർത്ത് നന്നായി മസാലയെല്ലാം പിടിക്കുന്നവരെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. പാനിൻ്റെ ലിഡ് അടച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ സ്ലോ ഫ്ലെയിമിൽ സോയ വേവിക്കുക. മസാലയെല്ലാം നന്നായി അബ്സോർബ് ചെയ്യുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ലിഡ് തുറന്ന് എല്ലാ ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക.
കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.